ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്കാണ് കേട്ടോ. ഒത്തിരി പേര് ഒരു പ്രായത്തിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്ന് സപ്ലിമെൻ്റ് എടുക്കുന്നവരുണ്ട്, പാൽ കുടിക്കുന്നവരുണ്ട്. പിന്നെ ചിലവരെ സംബന്ധിച്ച് ഈ പാൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്, കുട്ടികളാണെങ്കിലും. അതുപോലെ തന്നെ ചില രോഗികൾക്ക് ഡോക്ടർമാർ പറയും പാൽ കുടിക്കണ്ടെന്ന്. പിന്നെ വീഗൻസ്, അവർ പാല് തൊടില്ല. അങ്ങനെയൊക്കെ അങ്ങനെ പാല് അവോയ്ഡ് ചെയ്ത് നടക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് എങ്ങനെ കാൽസ്യം നമ്മൾ കഴിക്കുന്ന പച്ചക്കറി കൂടിയും ഫ്രൂട്ട്സിൽ കൂടിയും സീഡ്സിൽ കൂടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാൽസ്യം എങ്ങനെ നമുക്ക് അബ്സോർവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം കേട്ടോ. അപ്പോൾ ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഒത്തിരി രോഗങ്ങൾ തന്നെ വരും. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരും. അതുപോലെ തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും വേണ്ട മൊത്തത്തിൽ കാൽസ്യം ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് കാൽസ്യം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് കാൽസ്യം കഴിക്കുന്നുണ്ട്. സപ്ലിമെൻ്റ് എടുക്കാൻ സപ്ലിമെൻ്റ് നമ്മൾ എടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട് അല്ലേ. ഇപ്പോൾ കുറേ റെഗുലറായിട്ട് സപ്ലിമെൻ്റ് എടുത്താലും പ്രശ്നമാണ്. അങ്ങനെ എടുക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ. 1 മാസം അല്ലെ 2 മാസമൊക്കെ എടുത്ത് നമ്മൾ നിർത്തുന്നതായിരിക്കും നല്ലത്. റെഗുലറായിട്ട് എടുത്താലും അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫുഡിൽ നമ്മൾ പാല് കഴിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫ്രൂട്ട്സിൽ കൂടെയും അതുപോലെ ഏതൊക്കെ വെജിറ്റബിൾസാണ് നിറയെ കാൽസ്യം ഉള്ളത്, അതുപോലെ സീഡ്സ് ഏതൊക്കെയാണ് എന്നാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ കാൽസ്യം ഉള്ളത് അത്തിപ്പഴമാണ്. അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി വരുന്നുണ്ടല്ലേ അത്തിപ്പഴം എടുക്കുകയാണെങ്കിൽ 100 ഗ്രാമിൽ തന്നെ 35 മില്ലിഗ്രാം പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം തന്നെ അതിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അത് നമ്മളെത്ര ഉപകാരപ്രദമാണ് ഇത് കഴിക്കുന്നത്. അത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടും കിട്ടും കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിലാണെങ്കിൽ 100 ഗ്രാമിൽ 162 മില്ലിഗ്രാം പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആമസോണിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാൽസ്യത്തിൻ്റെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുന്നവർ ഈ ഡ്രൈ ഫ്രൂട്ട് വാങ്ങി വെച്ചേക്കണം. ഓക്കെ, അത് നമുക്ക് കഴിക്കാം. പിന്നെ അടുത്തതായിട്ട് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഒത്തിരി കമൻസ് പറയും, ഓറഞ്ചിൽ വൈറ്റമിൻ സി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി അതോടൊപ്പം തന്നെ ഒരു ഓറഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് 65 മില്ലിഗ്രാം പിന്നെ കാൽസ്യം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് കഴിച്ചാൽ പിന്നെ വൈറ്റമിൻ സി മാത്രമല്ല എന്നുള്ള കാര്യം പിന്നെ അറിയാത്തൊരു മനസ്സിലാക്കണേ. അതുകൊണ്ട് അപ്പോൾ ഓറഞ്ച് നമുക്ക് കഴിക്കാം. പിന്നെ കിവിപ്പഴമാണ്. കിവിപ്പഴം 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ 61 മില്ലിഗ്രാം ഉണ്ട് അതിനകത്ത് കാൽസ്യം. അപ്പോൾ കിവിപ്പഴം നമുക്ക് കഴിക്കാം. പിന്നെ ഡേറ്റ്സ് ആണ്. അത് നമ്മളെല്ലാവരും മിക്കവാറും നമ്മൾ വീടുകളിൽ കഴിക്കുന്നതാണ്. 15 മില്ലിഗ്രാം ആണ് ഇത് 100 ഗ്രാം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ആവശ്യത്തിനുള്ള കാൽസ്യം കിട്ടുന്നത്. പിന്നെ മൾബറി എന്നും പറഞ്ഞൊരു പഴമുണ്ട് കേട്ടോ. അത് നമുക്ക് അത്രയും അങ്ങോട്ട് പോപ്പുലർ അല്ല, നമ്മളങ്ങനെ കാണാറില്ല. കാണുമ്പോൾ നിങ്ങൾ വാങ്ങിക്കണേ. അതുപോലെ പ്ലം, പലതരത്തിലുള്ള പ്ലം, അത് ഉണങ്ങിയതും കിട്ടും കേട്ടോ. അത് 100 ഗ്രാമിൽ 75 മില്ലിഗ്രാം ആണ് ഈ പ്ലം പഴത്തിൽ പിന്നെ കാൽസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പഴങ്ങൾ നമുക്ക് ഈ കാൽസ്യം സപ്ലിമെൻ്റ് കഴിക്കുന്നതിന് പകരം നമുക്ക് കഴിക്കാവുന്ന പഴങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്ക് വെജിറ്റബിൾസ്, ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിഞ്ഞു, ഇനി വെജിറ്റബിൾസ് ഏതിലൊക്കെയാണ് കാൽസ്യം അധികമായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അത് ആദ്യം തന്നെ പറയുന്നത് ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചതാണെങ്കിലും 100 ഗ്രാം ഉണ്ടെങ്കിൽ 43 മില്ലിഗ്രാം നമുക്ക് കാൽസ്യം കിട്ടിക്കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ അത് പ്രിഫറൻസ് ആദ്യം കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ ബീൻസ് വർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള ബീൻസ് വർഗ്ഗങ്ങൾ, പിന്നെ കലയൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുമേ. വെളുത്ത ക്യാബേജ്, പിന്നെ സ്പീനച്ച്, അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ. പിന്നെ നല്ല പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളും നമുക്ക് ധാരാളം കാൽസ്യം കിട്ടുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കണം. പിന്നെ അടുത്തതായിട്ട് സീഡ്സ് ആണ്. ഇപ്പം നമ്മൾ മിക്കവാറും എല്ലാവരും പിന്നെ ചിയ സീഡ്സ് ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. ചിയ സീഡ്സ്, അതുപോലെ റാഗി ഒക്കെ കഴിക്കുന്നവരാണ്, എള്ള് ഒക്കെ കഴിക്കും. ഇതൊക്കെ
നിറയെ കാൽസ്യം ഉള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുവേ. അപ്പോൾ ഞാൻ ചിയ സീഡ്സ് പറഞ്ഞോട്ടെ. ചിയ സീഡ്സ് നമുക്ക് 100 ഗ്രാം എന്ന് പറയുമ്പോൾ 63% ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ കാൽസ്യം. അപ്പോൾ ചിയ സീഡ്സ് കഴിക്കുന്നവർ പിന്നെ ശ്രദ്ധിച്ച് കഴിക്കണേ. അപ്പം നമുക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടും. പിന്നെ അടുത്തത് എള്ളാണ്. എള്ളിന് നമുക്ക് 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ 974 മില്ലിഗ്രാം പിന്നെ കാൽസ്യം ഉണ്ട് അതിനകത്ത്. എള്ള് നിറയെ കാൽസ്യം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കാം. പിന്നെ എള്ള് വറുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ സാലഡിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് എള്ള് കഴിക്കാം. എല്ലാ വിധത്തിലും എള്ള് കഴിക്കാം കേട്ടോ. അപ്പോൾ എള്ള് കഴിഞ്ഞേ. ഇനി അടുത്തതായിട്ട് റാഗിയാണ്. റാഗിയിൽ നമ്മൾ 100 ഗ്രാം റാഗിയിൽ 344 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ റാഗി കഴിക്കണം, എള്ള് കഴിക്കണം, ചിയ സീഡ്സ് കഴിക്കണം. പിന്നെ ഇതിലെല്ലാത്തിലും ഉപരി ഒന്നുണ്ട് ബദാം പരിപ്പ്. ബദാം കഴിക്കുമ്പോൾ 100 ഗ്രാമിൽ 264 മില്ലിഗ്രാം പിന്നെ കാൽസ്യം ഉണ്ട്. അതുകൊണ്ട് ബദാം ഒരു പിടി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് സോയ പ്രൊഡക്റ്റാണ്. സോയ എപ്പോഴും നല്ലതാണ്. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ 100 ഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 280 മില്ലിഗ്രാമാണ് ഇതിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോയ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് പഴങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാൽസ്യം കൂടുതലായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ കഴിക്കേണ്ട പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സീഡ്സും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇത് ഹെൽപ്പാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പാലൊക്കെ കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികളെ ഇതൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചോളും. ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും എള്ളുണ്ട് അതൊക്കെ അവർക്ക് ഇഷ്ടമാവും. നമുക്ക് അതൊക്കെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാൽസ്യം ഡെഫിഷ്യൻസി മറികടക്കാൻ ഇത്രയും ഭക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ സ്കൂൾ തുറക്കാൻ പോകുമല്ലേ. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് അവർക്ക് പിന്നെ ലഞ്ചൊക്കെ ആയിട്ട് ഒക്കെ ഇതൊക്കെ കൊടുത്തയക്കാം. പിന്നെ ഇടനേരം കഴിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള എള്ളുണ്ട അങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളൊക്കെ സെലക്ട് ചെയ്ത് അവരുടെ ടിഫിൻ ബോക്സിലൊക്കെ നിറച്ച് കൊടുത്തയക്കണേ. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികളൊക്കെ 2 മാസം വീട്ടിലിരുന്ന് ചില പിള്ളേർക്ക് ബോറാണ് കേട്ടോ. കൂട്ടുകാരൊന്നുമില്ല, വീടിൻ്റെ അകത്ത് തന്നിരിക്കുന്ന പിള്ളേരുണ്ട്, സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, ഒത്തിരി കൂട്ടുകാരെ കാണണമെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഈ വർഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതിനും നല്ല കൂട്ടുകാരെ കിട്ടുന്നതിനും നല്ല ടീച്ചർമാരെ കിട്ടുന്നതിനും എല്ലാവർക്കും ആശംസ നേരുന്നു. എൻ്റെ മോളും എൻ്റെ മോൻ്റെ 2ാമത്തെ മോളും സ്കൂളിൽ പോകുന്നുണ്ട് ഈ കൊല്ലം. അപ്പോൾ അവൾക്കും പ്രത്യേകിച്ച് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്നെ വായിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.